നിലത്തിരുന്നിട്ടു ആ മടിത്തട്ടിലേക്ക് നബി തങ്ങളുടെ പുണ്യ ശരീരം പിടിച്ചു കിടത്തുകയാണ്. തലയറ റസൂലുള്ളാഹിയുടെ തലയറ ആയിഷാ ബീവി റളിയല്ലാഹു അൻഹയുടെ മടിയിൽ അങ്ങനെ കിടക്കുകയാണ്. ഭർത്താവ് തളർന്നു വന്നാൽ, ഭർത്താവ് ക്ഷീണിച്ചു വന്നാൽ കിടക്കണമെന്ന് പറയുമ്പോ പെണ്ണെ റൂം തുറന്നിട്ട് ഫാനിട്ട് കൊടുത്ത് AC ഓണാക്കി കൊടുത്താ പോരാ, അടുക്കളയിൽ ജോലിയുണ്ടെന്ന് പറഞ്ഞ് ഓടിപ്പോയാ പോരാ, ഭർത്താവിന്റെ കൂടെ ഇരിക്കണം പെണ്ണെ. അതിന് നിനക്ക് കഴിയോ? അതിന് നിനക്ക് സാധിക്കുമോ? കൊല്ലം ജില്ലയിലെ കുണ്ടുമൺ എന്ന് പറയുന്ന സ്ഥലത്ത് ഇൻഷാ അല്ലാഹ് മാർച്ച് ആദ്യവാരം ഞാൻ പ്രഭാഷണം നടത്തുമ്പോ കുടുംബജീവിതമാണ് പറയുന്നത്. ഒന്നാമത്തെ ദിവസം ഭർത്താവും രണ്ടാമത്തെ ദിവസവും ഭാര്യയുമാണ്. ആ വിഷയത്തിലാണ് അത് വിശദീകരിക്കുന്നത്. ഇപ്പൊ സമയമില്ല. എന്നാലും പണ്ടുള്ള ഉപ്പമാര് ജോലി കഴിഞ്ഞ് വരുമ്പോ നമ്മുടെ ഉപ്പമാരുടെ ഭാര്യമാര് നിന്നിരുന്നത് എങ്ങനെയാണ്? ഉപ്പമാര് വരുമ്പോ തന്നെ വാപ്പ വരാറായി, മക്കളെ പെട്ടെന്ന് മുറ്റോക്ക് വൃത്തിയാക്കിയിട്ടെന്ന് പറഞ്ഞ് മക്കളെ കൊണ്ട് മുറ്റോക്ക് അടിച്ചു വാരി വൃത്തിയാക്കിയിട്ട് വാപ്പ കൂലിവേല ചെയ്ത് വരുമ്പോ ഉമ്മച്ച ഇങ്ങനെ ഇറയത്ത് നിൽക്കും. ഒരു കപ്പിൽ, ഒരു മൊന്തയിൽ, ഒരു കിണ്ടിയിൽ നിറച്ച് കഞ്ഞോളം ഇങ്ങനെ വെക്കും. എന്നിട്ട് ഒരു തോർത്ത് വിയർപ്പ് തുടയ്ക്കാൻ കയ്യിൽ എങ്ങനെ വെക്കും. ഭർത്താവ് വന്ന് കയറി ഒന്നെ വരി പറഞ്ഞ് തോർത്തും കൊണ്ട് കൊടുത്ത് വെള്ളവും കൊടുക്കുമ്പോ ഇറയത്തൊരു കസേരയുണ്ട്, അതിലേക്ക് ചാരി കിടന്നിട്ട് ഭർത്താവ് അല്ലാ, ഇന്ന് വാപ്പമാരി ഒന്ന് ഇറാത്ത കസേര ചാരി കിടന്ന മക്കൾ അറുത്ത് വെച്ചിരിക്കും. ആ കിടക്കണ തലയും കുത്തി മക്കൾ മാറിന്നു. ആലോചിച്ചു നോക്കി പണ്ട് എന്തായിരുന്നു അവസ്ഥ. ഈ പ്രിയപ്പെട്ട ഇന്ന് മൂടിപ്പൊതിഞ്ഞിരിക്കുന്ന ഉമ്മമാരുണ്ടല്ലോ, ആ പ്രിയപ്പെട്ട ഉമ്മമാരൊക്കെ അവരുടെ ഭർത്താക്കന്മാരെ സ്വീകരിച്ചിരുന്നത് അങ്ങനെയാണ്. ഭർത്താവ് എവിടെയെങ്കിലും പോകാൻ പോയാൽ അവരുടെ കൂടെ ഇറങ്ങി ഗേറ്റിന്റെ അവിടം വരെ, വാതിലിന്റെ അവിടം വരെ വന്ന് ഇങ്ങനെ നോക്കി നിൽക്കും, മറയുന്നത് വരെ. അതൊക്കെ ഭർത്താവിനോടുള്ള ആദരവാണ്. നമ്മളാണെങ്കിലോ ഭർത്താവ് പോയാലെന്ത് വന്നാലെന്ത്, നമുക്ക് റിയാലിറ്റി ഷോയിൽ അവൻ ജയിക്കണം അവൻ തോക്കണം, അതിന് മെസ്സേജ് അയപ്പാ നമ്മുടെ പരിപാടി. ആലോചിച്ചു നോക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ആയിഷാ ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞു, നബിയേ എന്റെ മടിത്തട്ടിൽ കിടന്നു. നബി തങ്ങൾ സന്തോഷത്തോടെ തല വെച്ച് കിടന്നു. ആയിഷാ ബീവി റളിയല്ലാഹു അൻഹ തന്റെ വിരൽ തുമ്പുകൾ കൊണ്ട് നബി തങ്ങളുടെ ദാടിരോമത്തിലൂടെ ഇങ്ങനെ വിരലുകൾ ഇങ്ങനെ കടത്തി വിട്ടപ്പോൾ നബി തങ്ങൾ ചോദിച്ചു, ആയിഷാ എന്ത് പരിപാടിയാണ് ആയിഷ? ആയിഷാ ബീവി റളിയല്ലാഹു അൻഹ പറയുന്നു, നബിയേ നിങ്ങളുടെ ദാടിരോമം ഞാൻ എണ്ണി നോക്കാണ് നബിയേ. നബി തങ്ങൾ ചോദിച്ചു, ആയിഷ കറുത്ത രോമമാണോ വെളുത്ത രോമമാണോ എണ്ണുന്നതെന്ന് ചോദിക്കുമ്പോ ആയിഷാ ബീവി റളിയല്ലാഹു അൻഹ പറയാണ്, വെളുത്ത രോമമാണ് എണ്ണുന്നത് നബിയേ. എന്തു മനസ്സിലായി? അള്ളാന്റെ റസൂലിന് ദാടി ഉണ്ടായെന്ന് മനസ്സിലായി. അത് മാത്രമല്ല റസൂലുള്ളാഹിയുടെ ദാടിയും നരപിടിച്ച മുടിയുണ്ടായിരുന്നെന്ന് മനസ്സിലായില്ലേ? പിന്നെന്തിന് കറുപ്പിക്കണം മോനെ? അള്ളാന്റെ ഹബീബ് എന്ന നരമാറിച്ച മുടി കൊണ്ട് ജീവിച്ചു പോരെങ്കിൽ ആ റസൂലുള്ളാഹിയുടെ സമുദായത്തിൽപ്പെട്ടവനോ എന്തിനാണ് നിന്റെ നരച്ച രോമം കറുപ്പിക്കാൻ വേണ്ടി? പെണ്ണിന്റെ വാക്ക് കേട്ടുകൊണ്ട് പണം മുടക്കുന്നത് മോനെ വേണ്ട. ആയിഷാ ബീവി റളിയല്ലാഹു അൻഹ പറയുന്നു, നബിയേ കറുത്ത രോമം എണ്ണിയാ തീരൂല്ല, അതുകൊണ്ട് വെളുത്ത രോമമാണ് എണ്ണി നോക്കുന്നത്. വെളുത്ത രോമമാണ് എണ്ണി നോക്കുന്നത്. റസൂലുള്ളാഹി ചോദിച്ചു, എത്ര രോമമുണ്ട് വെളുത്തത്? ആയിഷാ ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞു, സഹാബികളോട് പറയുന്നു, സഹാബത്തെ റസൂലുള്ളാഹിയുടെ ദാടിയിൽ 19 വെളുത്ത രോമമുണ്ടായിരുന്നു എന്ന് ആയിഷാ ബീവി റളിയല്ലാഹു തആല അൻഹ പറയുമ്പോ നബി തങ്ങൾ പറയുന്നു, ആയിഷാ ഇനി ഒരുപാട് കാലം ഈ ദുനിയാവിന്റെ തൊലിക്ക് പുറത്ത് എനിക്ക് ജീവിതമില്ല. ഒരുപാട് കാലം ഈ ദുനിയാവിന്റെ തൊലിക്ക് പുറത്ത് എനിക്ക് ജീവിതമില്ല എന്ന് പറഞ്ഞ് ആയിഷാ ബീവി റളിയല്ലാഹു അൻഹയോട് പറയുമ്പോ മഹദിയുടെ 2 കണ്ണുകളും അതാ നിറഞ്ഞൊഴുകുകയാ. റസൂലുള്ളാഹിയുടെ വഫാത്ത് പറയാനുള്ള സമയമില്ല, റസൂലുള്ളാഹിയുടെ വസിയത്ത് പറയാനുള്ള സമയമില്ല. എന്റെ പ്രിയപ്പെട്ടവര്, ഇന്നത്തെ വിഷയം എനിക്ക് ആത്മാവിന്റെ നമ്പരങ്ങൾ എന്ന വിഷയത്തിന്റെ പ്രധാന ഭാഗം പൂർത്തീകരിക്കണമെങ്കിൽ അതൊന്നും വിശദീകരിച്ചാ പറ്റൂല. അല്ലാഹുവിന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ വാർത്ത പറഞ്ഞപ്പോ ആയിഷാ ബീവി റളിയല്ലാഹു അൻഹയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി.
അള്ളാന്റെ റസൂല് പറയുന്നു, ആയിഷ, എന്റെ മരണത്തെ കുറിച്ച് നീ അറിയണ്ട ആയിഷ, എന്റെ മരണത്തെക്കുറിച്ച് നീ ചിന്തിക്കണ്ട. ലോകത്താര് മരിച്ചാലും ലോകത്താര് മരണപ്പെട്ടു പോയാലും ആയിഷ, അവന്റെ റൂഹുണ്ടല്ലോ, 4-ാമത്തെ മാസം ഉമ്മാടെ ഉദരത്തിനകത്ത് വെച്ച് അള്ളാഹു കൊടുത്ത റൂഹുണ്ടല്ലോ, ആ റൂഹ് അവന്റെ ശരീരത്തിൽ നിന്ന് പിരിഞ്ഞു പോകുമ്പോ 10 സ്ഥലങ്ങളിൽ 10 സമയങ്ങളിൽ ആ റൂഹ് വല്ലാതെ വേദനിക്കുന്നതാണ്, നൊമ്പരപ്പെടുന്നതാണ് എന്നല്ലാന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു കൊടുക്കുമ്പോ അതാ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ചോദിക്കുന്നു, നബിയേ, എവിടെയൊക്കെയാണ് മനുഷ്യ ശരീരത്തിൽ നിന്ന് ഊരിക്കൊണ്ടുപോകുന്ന റൂഹ് കരയുന്നത് നബിയേ, നൊമ്പരപ്പെടുന്നത് നബിയേ? അള്ളാന്റെ ഹബീബ് പറയുന്നു, ആയിഷ, ഒന്നാമത് എപ്പോഴാണ് റൂഹ് നിലവിളിക്കുന്നതെന്നറിയോ? നമ്മുടെ മരണപ്പെട്ടു പോകുമ്പോ ശരീരത്തിൽ നിന്ന് ഊരിയെടുക്കുന്ന റൂഹ് ഒന്നാമത് പൊട്ടിക്കരയുന്നത് എപ്പോഴെന്നറിയോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ഒരാൾ മരണപ്പെട്ടു പോയാൽ ആദ്യം നമ്മൾ എന്താ ചെയ്യുന്നത് എന്റെ പ്രിയപ്പെട്ടവര്? ഈ ചക്കുവള്ളിയുടെ മജ്‌ലിസിൽ വെച്ച് ജാലങ്ങ് മരിച്ചു പോയാൽ അല്ലാഹു ദീനിന് വേണ്ടി ഒരുപാട് സ്റ്റേജുകൾ ഡേറ്റ് കൊടുത്തിരിക്കുകയാണ്. മാസങ്ങളോളം ദിവസങ്ങളോളം എത്രയോ സ്ഥലങ്ങൾ ചെന്ന് വാല് പറയാമെന്ന് പറഞ്ഞ് ആരോഗ്യം കുറവാണെങ്കിലും കുറവല്ല, എന്റെ റഹ്മാനായ പടച്ചതമ്പുരാൻ അല്ലാഹുവിന്റെ ഹബീബിനെ കുറിച്ച് മദ്ഹ് പറയാനുള്ള ആഫിയത്ത് മരിക്കുന്നവരെ ഈ പാവപ്പെട്ടവനെ തന്നെ അനുഗ്രഹിക്കുമാറാകട്ടെ. നിങ്ങൾ ദുആ ചെയ്യണേ, നിങ്ങൾ ദുആ ചെയ്യണേ. അല്ലാഹുവിന്റെ റസൂലിനെ കച്ചവട കണ്ടോടുകൂടി കണ്ടുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവര് ആ ഹബീബായ നബി തങ്ങളെ നടുറോട്ടിലിട്ട് ചവിട്ടി തേച്ചുകൊണ്ടിരിക്കുന്ന സമുദായത്തിന് മുന്നിൽ അല്ലാഹുവിന്റെ ഹബീബ് ആരാണെന്ന് പറയാൻ സംഘടനാ പക്ഷപാതിത്വമില്ലാതെ മനസ്സു തുറന്നു പറയാൻ കൊതിയുള്ളവനാണ് ഞാൻ. അതുകൊണ്ട് മരിക്കുന്നവര് അത് പറയാനുള്ള ആഫിയത്തിന് വേണ്ടി നിങ്ങൾ ദുആ ചെയ്യണേ എന്റെ പ്രിയപ്പെട്ടവരെ. ഈ സ്റ്റേജിലെങ്ങും മരിച്ചു പോരാൽ എന്താ നിങ്ങൾ ആദ്യം ചെയ്യുക? പെട്ടെന്ന് വന്നിട്ട് കണ്ണങ്ങോട്ട് തിരുമിയടയ്ക്കുന്ന കൈകാലുകളൊക്കെ മടക്കുകയും നോക്കുകയും ചെയ്യുന്നു. എന്നിട്ടോ നിങ്ങൾ ചെയ്യുന്ന പ്രധാനപ്പെട്ട കാര്യമെന്താ? എന്റെ വസ്ത്രം അഴിച്ചു മാറ്റലല്ലേ, എന്റെ വസ്ത്രമൂരി മാറ്റലല്ലേ? ആ മയ്യത്തിന്റെ വസ്ത്രം, ആ ധരിച്ചിരിക്കുന്ന വസ്ത്രം അങ്ങോട്ട് അഴിച്ചു മാറ്റുമ്പോ നമ്മുടെ ശരീരത്തിൽ നിന്ന് പിരിഞ്ഞുപോയ റൂഹുണ്ടല്ലോ, ആ റൂഹ് പറയുന്നു, യാ ജമാഅത്തി അസ്റായീൽ റൂഹ് പിടിച്ചവന്റെ വേദന തീർന്നതേ ഉള്ളൂ. അതുകൊണ്ട് പതുക്കെ വലിച്ചൂരിയെടുക്കണേ. നിങ്ങൾ ആ വസ്ത്രം അഴിച്ചെടുക്കുമ്പോ, ആ ശരീരം കുലുങ്ങുമ്പോ ആ ശരീരത്തിന് വേദന ഉണ്ടാകുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങളൊന്ന് പതുക്കെ ഡ്രസ് വലിച്ചൂരണേ എന്ന് നമ്മുടെ റൂഹ് മാറി നിന്നുകൊണ്ട് പറയുമ്പോ എന്റെ സഹോദരിമാരെ, മുഖ്ലിസീങ്ങളായ മുത്തഖീങ്ങളായ അല്ലാഹുവിനെ പേടിച്ച് ജീവിക്കുന്നവര് വന്ന് നമ്മുടെ ഡ്രസ് മാറ്റട്ടെ. ഭാര്യ ഡ്രസ് മാറുമ്പോ റൂമിന്റെ അകത്ത് ഭർത്താവ് നിന്നാൽ ആ ഭർത്താവിനോട് പോലും പറയാറുണ്ട്, ഇക്ക ഒന്ന് മാറി നിൽക്കണം, ഒന്ന് മാറി നിൽക്കണം ഇക്ക, ഞാൻ ഈ ഡ്രസ് ഒന്ന് മാറിക്കോട്ടെ. കാരണം നമുക്ക് ലജ്ജയെന്ന് പറയുന്ന സംഭവമുണ്ടല്ലോ, വിധങ്ങളുടെ സമുദായത്തിന് ആവശ്യമുള്ളതാണത്. അല്ലാഹു നമുക്ക് നിർബന്ധമായും തന്നനുഗ്രഹിക്കട്ടെ. നമ്മൾ ഒരു റൂമിന്റെ അകത്ത് 3 കൂട്ടുകാരാണ് താമസിക്കുന്നതെങ്കിലോ നമ്മൾ ഡ്രസ് മാറുമ്പോ കൂട്ടുകാരൻ കാണാതെ വാതിലിന്റെ മറവിലോ റൂമിന്റെ മൂലയ്ക്കോ മാറും ലജ്ജയല്ലേ? എന്നാ നീയങ്ങ് മരിച്ചു കിടക്കുമ്പോ നിന്റെ അനുവാദമില്ലാതെ മരിക്കുമ്പോ ഉസ്താദേ നിങ്ങളുടെ ജുബ്ബ അഴിക്കട്ടെ എന്ന് ഒരു അനുവാദം ചോദിക്കാൻ നിൽക്കാറ്. എന്റെ ജുബ്ബയുടെ ബട്ടൺ സഹിക്കൂലേ, എന്റെ തൊപ്പിയൂരൂലേ? ആ
സമയത്താണ് എന്റെ റൂഹിന്റെ വല്ലാത്ത വേദനയുണ്ടാകുന്നത് എന്ന് ആയിഷ ബീവി റളിയല്ലാഹു അൻഹയോട് നബി തങ്ങൾ പറയുമ്പോ, എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, ആത്മഹത്യ ചെയ്തവരുടെ വസ്ത്രമഴിക്കുന്നതാരാ? മോർച്ചറിയിൽ വെക്കേണ്ടി അവസ്ഥ വരുന്നവരുടെ വസ്ത്രമഴിക്കുന്നതാരാ? വാഹനാപകടത്തിൽപ്പെട്ട് നടുറോട്ടിൽ പടഞ്ഞു മരിക്കുന്നവർ മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയി പോസ്റ്റ്മോർട്ടം ചെയ്യാൻ വിധിക്കപ്പെട്ടാൽ അവരുടെ വസ്ത്രമഴിക്കുന്നതാരാ? തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ 6 മയ്യത്തുകളുടെ വസ്ത്രം അടിച്ചു മാറ്റുന്നത് കണ്ടവനാ ഞാൻ. എത്രയോ ജനങ്ങൾ അവിടെ നിൽക്കുകയാണ്. അന്യപുരുഷന്മാരും അന്യ സ്ത്രീകളും എല്ലാം ഉണ്ടല്ലോ. പോലീസുകാര് കത്രിക കൊണ്ടുവന്നിട്ടല്ലേ മോനെ നിന്റെ പാന്റ് അടിച്ചു മാറ്റുന്നത്, മോളെ നിന്റെ ചുരിദാറ് വെട്ടിമാറ്റുന്നത്. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. ഓയൂർ ഞാൻ പ്രഭാഷണത്തിന് പോയപ്പോ ഒരു പ്രിയപ്പെട്ട കാമുകി, ആ കാമുകി വേറെ കല്യാണത്തിന് സമ്മതിച്ചെന്ന് പറഞ്ഞ് നട്ടല്ലില്ലാത്തവനെ ഒരു ചെറുപ്പക്കാരൻ ആത്മഹത്യ ചെയ്തെന്ന് കേൾക്കാൻ കഴിഞ്ഞു. അല്ലാഹു നമ്മുടെ സമുദായത്തിലെ ചെറുപ്പക്കാരെ കാത്തുരക്ഷിക്കട്ടെ. എന്തിനാണ് മോനെ ഒരു നിമിഷത്തെ സുഖത്തിന് വേണ്ടി അല്ലാഹു കനിഞ്ഞരുളിയ മനോഹരമായ ശരീരത്തെ കൊണ്ടുപോയി എന്തിനാണ് മോനെ നീ കൊലയ്ക്ക് കൊടുക്കുന്നത്? എത്ര മയ്യത്താണ് പോസ്റ്റ്മോർട്ടം ചെയ്തത്? എത്ര മയ്യത്താ മോർച്ചറിയിലും നാഥനില്ലാതെ കിടക്കുന്നത്? അല്ലാഹു അങ്ങനെയുള്ള അവസ്ഥയെ തൊട്ട് എന്നെയും നിങ്ങളെയും കാത്തുരക്ഷിക്കട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെ, 5 മാസം മുമ്പ് ദുബായിൽ ഒരു പ്രിയപ്പെട്ട സഹോദരൻ മരണപ്പെട്ടു. അതേ ജോലി ചെയ്തിരുന്ന സ്ഥലത്തിൽ നിന്ന് ചാടി വന്നിട്ട്, കഫീറിന്റെ അടുത്തുനിന്ന് ചാടി വന്നിട്ട്, ആരുമില്ലാതെ ഒറ്റപ്പെട്ട് ജീവിച്ച സഹോദരന് നെഞ്ചുവേദന വന്ന് മരണപ്പെട്ടു. ആർക്കും അറിയാൻ വയ്യ, കൊണ്ടുവരാൻ ആളില്ല, ബന്ധുക്കളില്ല, നാട്ടുകാരില്ല. 5 മാസമാണ് മോർച്ചറിക്കകത്ത് സൂക്ഷിച്ചിരുന്നത്. എന്റെ പ്രിയപ്പെട്ടവരെ, നാദാപുരത്തുള്ള ഇസ്മായിരുന്ന സഹോദരൻ അതറിയാൻ ഇടവന്നപ്പോ തിരുവനന്തപുരത്തുകാരനാണ് മരിച്ചതെന്ന് മനസ്സിലായപ്പോ അവിടെയുള്ള ഉസ്താദിന് എനിക്ക് പരിചയമുണ്ടല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് എന്റെ നമ്പറിലേക്ക് വിളിച്ചിട്ട് പറഞ്ഞു, ഉസ്താദേ എങ്ങനെയെങ്കിലും ഏതെങ്കിലും ഒരു ഇമെയിൽ ID പറഞ്ഞു തന്നാൽ ആ സഹോദരന്റെ പാസ്പോർട്ടിന്റെ കോപ്പി എത്തിച്ചു തരാ. അങ്ങനെ അന്ന് ഞാൻ പ്രസംഗത്തിന് പോലെ മൂവാറ്റുപുഴ സഹാരി ലോഡ്ജിന്റെ ആ ഇമെയിൽ ID പറഞ്ഞു കൊടുത്തു. അതിലേക്ക് ആ സഹോദരനാ പാസ്പോർട്ടിന്റെ കോപ്പി അയച്ചു. സുബ്ഹാനല്ലാഹ്, നെടുമങ്ങാട് ഊരൂട്ടമ്പലം എന്ന് പറയുന്ന സ്ഥലത്ത് വാടകയ്ക്ക് താമസിക്കുന്ന ചെറിയ വീട്ടിന്റെ അകത്തൊരു ഉമ്മയും മോളുമാണ്. ഈ ഉമ്മാടെ ഭർത്താവ് ഈ മോളെ ഉപ്പച്ചിയാണ് മരിച്ചുപോയത്. അന്ന് ഒഴിച്ച വീട്ടിൽ ചെന്നപ്പോ വിവരം തിരക്കിയപ്പോ ഒരാള് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി. ആരാടെ പോയെന്ന് ചോദിച്ചപ്പോ ആ സഹോദരി പറയുന്നു, ഉസ്താദേ വാടക കൊടുത്തിട്ട് 3-4 മാസമായി എന്റെ ഭർത്താവ് പൈസ അയക്കുന്നില്ല, എന്റെ ഭർത്താവ് പണമയക്കുന്നില്ല, മോളെ പഠിത്തം മുടങ്ങി നിൽക്കാണ്, 1 രൂപ അയച്ചിട്ട് 7 മാസത്തിൽ കൂടുതലാ എന്നൊക്കെ പൊട്ടിക്കരന്നുകൊണ്ട് പറയുമ്പോ നിങ്ങളുടെ ഭർത്താവ് 5 മാസമായി മരിച്ചുപോയി എന്ന് പറയാ. എന്റെ പ്രിയപ്പെട്ടവരെ, എങ്ങനെ കഴിയും പെണ്ണേ? അല്ലാഹു എപ്പോഴാണ് മരണം കൊണ്ടുവരുന്നതെന്ന് പറയാൻ പറ്റൂല. എപ്പോഴാണ് നമ്മുടെ മക്കളും നമ്മുടെ ഭർത്താവും മരിക്കുന്നതെന്ന് പറയാൻ പറ്റൂല. അവസാനം ആ ഉമ്മാടെയും പ്രിയപ്പെട്ട മോളുടെയും സമ്മതപത്രം എഴുതി വാങ്ങിച്ചിട്ടാണ് ദുബായിൽ ആ പ്രിയപ്പെട്ട സഹോദരന് 5 മാസത്തിന് ശേഷം കബറടക്കി പോയത് എങ്കിൽ അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ. അത്തരമൊരവസ്ഥയിൽ മരിക്കുന്നതിനെ തൊട്ട് റഹ്മാനായ പടച്ചതമ്പുരാ അമ്മയും നമ്മുടെ കുടുംബത്തെയും കാത്തുരക്ഷിക്കട്ടെ. ഇപ്പോഴും കാത്തിരിക്കുന്ന സഹോദരിമാരില്ലേ, 1 മാസമായി ഉസ്താദേ ഒരു വിവരവുമില്ല, 2 മാസമായി ഉസ്താദേ ഒരു വിവരവുമില്ല. അല്ലാഹു അങ്ങനെ കാത്തിരിക്കുന്നവരുടെ പ്രതീക്ഷ അല്ലാഹു പൂവണിയിപ്പിച്ചു കൊടുക്കട്ടെ. അവരെ കരയിപ്പിക്കാതിരിക്കട്ടെ, അവരെ വേദനിപ്പിക്കാതിരിക്കട്ടെ. കാരണം വിദേശ രാജ്യത്തോടെ ഭർത്താവ് ഒറ്റപ്പെട്ട് വർഷങ്ങളായി കഴിയും.